ദി സീക്രട്ട് ലവ് പാർട്ട് 7 കടക്കാം. ഒടുവിൽ സ്ക്രീനിൽ ഏകദേശം 21 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം തെളിഞ്ഞു. ആ ചിത്രം കണ്ട നിമിഷം ആദിത്യ ഞെട്ടിപ്പോയി. അവൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. കാരണം സ്ക്രീനിൽ തെളിഞ്ഞു നിന്ന മുഖം അവൻ അപരിചിതമായിരുന്നില്ല. ഇതിവളാണോ? അവൻ സ്വയം മുറുമുറുത്തു. ആ ചിത്രം അഞ്ജലിയുടെ ചിത്രം പോലെ തോന്നി. ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ സംശയമുയർന്നു. ശരിക്കും അഞ്ജലി തന്നെയാണോ ചന്ദ്രശേഖറിൻ്റെ മകൾ? അതോ എപ്പോഴും അഞ്ജലിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അവളോട് അറിയാതെ ഒരു പ്രത്യേക അടുപ്പം തോന്നിയതുകൊണ്ടും തൻ്റെ മനസ്സ് തെറ്റായ നിഗമനത്തിലേക്ക് എത്തുകയാണോ? അതിനു പുറമെ ആ കുഞ്ഞിൻ്റെ പേരും അഞ്ജലി തന്നെയായിരുന്നു. ആ യാദൃച്ഛികത അവൻ്റെ ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചു. ഇല്ല, അവൻ സ്വയം പറഞ്ഞു. ഇത്ര വലിയൊരു കാര്യത്തിൽ വെറും തോന്നലിനെ ആശ്രയിക്കാൻ പറ്റില്ല. ഉടൻ തന്നെ അവൻ ഫോൺ എടുത്ത് തൻ്റെ അടുത്ത സുഹൃത്തിനെ വിളിച്ചു. കോള് കണക്റ്റായതും ആദിത്യ നേരെ കാര്യത്തിലേക്ക് കടന്നു. ഒരു സഹായം വേണം. അവൻ ലാപ്ടോപ്പിലുണ്ടായിരുന്ന എഡിറ്റ് ചെയ്ത ചിത്രം നോക്കി. ശേഷം അത് അയക്കാതെ തനിക്ക് വാട്സാപ്പിൽ ലഭിച്ചിരുന്ന പഴയ ഫോട്ടോ മാത്രം സുഹൃത്തിന് അയച്ചു കൊടുത്തു. ഈ ഫോട്ടോയിലുള്ള കുട്ടിക്ക് ഇപ്പോൾ 20 or 21 വയസ്സായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും കാണാൻ സാധ്യതയുള്ളതെന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കൂ. അവൻ്റെ ശബ്ദം ഗൗരവമായിരുന്നു. എനിക്ക് കഴിയുന്നത് കൃത്യമായ ഒരു റിസൾട്ട് വേണം. മെസ്സേജ് അയച്ച ശേഷം ആദിത്യ ഫോൺ പതിയെ താഴെ വെച്ചു. അവൻ പിന്നെയും ലാപ്ടോപ്പിലെ ചിത്രത്തിലേക്ക് നോക്കി. സ്ക്രീനിൽ തെളിഞ്ഞു നിന്നിരുന്ന ആ മുഖത്തിലേക്ക് അവൻ കുറച്ച് നിമിഷങ്ങൾ നിശബ്ദമായി നോക്കിയിരുന്നു. അത് അഞ്ജലിയാണെന്ന് വിശ്വസിക്കാൻ അവൻ്റെ മനസ്സ് തയ്യാറായിരുന്നില്ല. പക്ഷേ അത് അഞ്ജലി അല്ലെന്നുറപ്പിക്കാനും അവന് കഴിഞ്ഞില്ല. സത്യമറിയാൻ ഇനി മറ്റൊരാളുടെ സ്ഥിരീകരണം കൂടി ആവശ്യമായിരുന്നു. ആ കാത്തിരിപ്പ് അവന് അസഹനീയമായി തോന്നി. അതേസമയം ചന്ദ്രശേഖർ അവനൊരു തീരുമാനമെടുത്തിരുന്നു: അഞ്ജലിയെ കണ്ടെത്തുക. അതിനായി ഇനി ഒരു നിമിഷം പോലും പാഴാക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അവൻ തൻ്റെ അനിയനായ ശിവശങ്കറിനെ വിളിപ്പിച്ചു. 20 വർഷമായി കുടുംബത്തിൻ്റെ ബിസിനസ് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ശിവശങ്കർ ആയിരുന്നു. ചന്ദ്രശേഖറിന് ഏറ്റവും വിശ്വാസമുള്ള ആളുകളിൽ ഒരാളും അവൻ തന്നെയായിരുന്നു. ശിവശങ്കർ മുന്നിലെത്തിയതും ചന്ദ്രശേഖർ അവനെ നോക്കി. ഞാനൊരു കാര്യം നിന്നെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ മോളെ കണ്ടെത്തുന്നതുവരെ ബിസിനസ്സിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തവും നീ തന്നെ ഇനിയും നോക്കണം. ശിവശങ്കർ ഒരു നിമിഷം അനങ്ങാതെ നിന്നു. ശേഷം ഗൗരവത്തോടെ തലയാട്ടി. അത് ഞാൻ നോക്കിക്കോളാം ഏട്ടാ. ചന്ദ്രശേഖറിൻ്റെ കണ്ണുകളിൽ വേദന നിറഞ്ഞു. എനിക്കിനി നഷ്ടപ്പെടുത്താൻ ഒന്നുമില്ല. എൻ്റെ മോളെ തിരികെ കൊണ്ടുവരണം. ശിവശങ്കർ മറുപടിയായി അവൻ്റെ തോളിൽ കൈവച്ചു. അവളെ കണ്ടെത്തും ഏട്ടാ. അത് കഴിഞ്ഞ് ചന്ദ്രശേഖർ തൻ്റെ മറ്റൊരു സഹോദരനായ രാജശേഖറിനൊപ്പം മറ്റൊരു ജോലിയിൽ മുഴുകുകയായിരുന്നു. അവരുടെ കയ്യിൽ വർഷങ്ങൾ പഴക്കമുള്ള അഞ്ജലിയുടെ ഒരു ഫോട്ടോ. അഞ്ജലി കുഞ്ഞായിരുന്ന സമയത്തെ ചിത്രം. രാജശേഖർ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന ആ ഫോട്ടോ സൂക്ഷ്മമായി പരിശോധിച്ചു. ഇത് എളുപ്പമാകില്ല, അവൻ പതിയെ പറഞ്ഞു. ഇത്രയും നാൾ വലിയൊരു കാലയളവാണ്. ചന്ദ്രശേഖർ മറുപടി പറഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ സ്ക്രീനിൽ മാത്രമായിരുന്നു. എങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ മോളെ കണ്ടെത്തണം, അവൻ പറഞ്ഞു. രാജശേഖർ വീണ്ടും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കുഞ്ഞായിരുന്ന അഞ്ജലിയുടെ മുഖഭാവങ്ങൾ ഓരോന്നായി വിശകലനം ചെയ്തു. കണ്ണുകളുടെ രൂപം, മുഖത്തിൻ്റെ ഘടന, പുഞ്ചിരിക്കുമ്പോൾ തെളിയുന്ന ചെറിയ പ്രത്യേകതകൾ, അവയെല്ലാം അടിസ്ഥാനമാക്കി വർഷങ്ങൾക്ക് ശേഷമുള്ള രൂപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ സ്ക്രീനിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം തെളിഞ്ഞു. ഏകദേശം 21 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. രാജശേഖർ ഒരു നിമിഷം നിശബ്ദനായി. ചന്ദ്രശേഖറും ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കി നിന്നു. ചന്ദ്രശേഖർ, ഇതാണോ എൻ്റെ മകൾ? അവൻ്റെ ശബ്ദത്തിൽ സംശയം നിറഞ്ഞിരുന്നു. രാജശേഖർ പതുക്കെ പറഞ്ഞു. ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ രൂപമാണിത്. ചന്ദ്രശേഖർ വീണ്ടും ആ ചിത്രത്തിലേക്ക് നോക്കി. വർഷങ്ങളായി കാണാതായ തൻ്റെ മകളെ തേടിയുള്ള യാത്രയിൽ ഈ ചിത്രം ഒരു പുതിയ സൂചനയായി മാറിയിരുന്നു. അതേസമയം ആദിത്യ തൻ്റെ മുറിയിലിരിക്കുകയായിരുന്നു. അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് തൻ്റെ സുഹൃത്തിൻ്റേതായിരുന്നു. കോൾ എടുത്തത് മറുവശത്ത് നിന്ന് ആവേശം നിറഞ്ഞ ശബ്ദം കിട്ടും. ആദി, ആ പെൺകുട്ടി കിട്ടിയിട്ടുണ്ട്. ആദിത്യയുടെ കണ്ണുകൾ ആശ്ചര്യം നിറഞ്ഞു നിന്നിരുന്നു. എന്ത്? ഫോട്ടോ അയച്ചിട്ടുണ്ട്, നോക്ക്. കോൾ അവസാനിച്ചതും അവൻ്റെ ഫോണിൽ ഒരു സന്ദേശം എത്തി. ആദിത്യ ഉടനെ അത് തുറന്നു. സ്ക്രീനിൽ തെളിഞ്ഞ ചിത്രം കണ്ട നിമിഷം അവൻ്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. കാരണം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ചിത്രം മറ്റാരുടേതുമായിരുന്നില്ല. അത് അഞ്ജലിയുടെ ഫോട്ടോ തന്നെയായിരുന്നു. ഇത്തവണ അത് വെറും തോന്നലായിരുന്നില്ല. സ്വന്തം സംശയം മാറ്റി നിർത്തി മറ്റൊരാളിലൂടെ നടത്തിയ പരിശോധനയും അതേ ഉത്തരത്തിലേക്കാണ് അവനെ എത്തിച്ചിരുന്നത്. അഞ്ജലി. അവൻ ആ പേര് പതിയെ ഉച്ചരിച്ചു. അവൻ്റെ മനസ്സിൽ 100 കണക്കിന് ചോദ്യങ്ങൾ ഉയർന്നു. അഞ്ജലി, ചന്ദ്രശേഖറിൻ്റെ കാണാതായ മകൾ നീ തന്നെയാണോ?
ഫോണിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു നിന്ന അഞ്ജലിയുടെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ആദിത്യ കുറച്ച് നിമിഷങ്ങൾ അനങ്ങാതെയിരുന്നു. കാരണം ഈ സത്യം ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു. ചന്ദ്രശേഖർ കുറച്ച് നിമിഷങ്ങൾ ആ ചിത്രത്തിൽ നോക്കി നിന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ആദ്യത്തെ വ്യക്തമായ സൂചന. അവൻ്റെ കൈകളിൽ ഉയരുന്ന ആ ചിത്രം അവന് വെറും ഒരു ഫോട്ടോ മാത്രമായിരുന്നില്ല. അത് തൻ്റെ മകളിലേക്ക് എത്തിച്ചേരാനുള്ള പ്രതീക്ഷയായിരുന്നു. അവൻ പതിയെ തലയുയർത്തി തൻ്റെ സഹോദരനെ നോക്കി. വേഗം എൻ്റെ മോളെ കണ്ടെത്തണം. അവൻ്റെ ശബ്ദത്തിൽ ആജ്ഞയും ഒരു അച്ഛൻ്റെ ആകുലതയും ഒരുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വേറെ ആരും അറിയരുത്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും ആരെയാണ് അന്വേഷിക്കുന്നതെന്നും പുറത്തറിഞ്ഞാൽ അപകടമാണ്. ഒരു നിമിഷം നിന്ന ശേഷം അവൻ പതുക്കെ തുടർന്നു. എനിക്ക് ചുറ്റും ശത്രുക്കളാണ്. 20 വർഷം മുമ്പ് എൻ്റെ ജീവിതം തകർത്തവർ ഇപ്പോഴും എവിടെയോ ഉണ്ട്. അവർ എൻ്റെ മോളുടെ പിന്നാലെ എത്തുന്നതിന് മുൻപ് നമുക്ക് അവളെ കണ്ടെത്തണം. സഹോദരൻ നിശബ്ദമായി തലയാട്ടി. ഞാൻ ശ്രദ്ധിച്ചോളാം. ചന്ദ്രശേഖർ ഒന്നും മിണ്ടിയില്ല. ആ ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പതിയെ പുറത്തേക്ക് നടന്നു. ഞാൻ വിശ്വസിക്കുന്നവരിൽ ഒരാൾ തന്നെ ചതിക്കുകയാണെന്ന് സത്യമറിയാതെ. അതേസമയം പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് പോകുന്ന അഞ്ജലിയെ ആദിത്യ ദൂരെ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഞ്ജലി തന്നെയാണോ ചന്ദ്രശേഖറിൻ്റെ കാണാതായ മകൾ? ഫോണിൽ ലഭിച്ച ചിത്രങ്ങൾ, സ്വന്തം അന്വേഷണങ്ങൾ, മറ്റൊരാളിലൂടെ നടത്തിയ സ്ഥിരീകരണം എല്ലാം ഒരേ ഉത്തരത്തിലേക്കാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. പക്ഷേ ആദിത്യ അത്ര എളുപ്പത്തിൽ ഒരു നിഗമനത്തിലെത്താൻ തയ്യാറായിരുന്നില്ല. അഞ്ജലി 10 വയസ്സ് വരെ ആ വീട്ടിൽ ജീവിച്ചവളായിരുന്നു. ആ വീട്ടിലുള്ള ആളുകളെയും സംഭവങ്ങളെയും സ്ഥലങ്ങളെയും അവൾക്ക് ഓർമ്മയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതറിയാൻ കഴിയുന്നത് അവളിൽ നിന്ന് തന്നെയായിരുന്നു. അവൾ ആണോ അല്ലയോ എന്നുറപ്പിക്കാൻ DNA പരിശോധന നടത്തണമെന്ന ചിന്ത ഒരു നിമിഷം അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ അവൻ ആ സംശയം ഉപേക്ഷിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ സ്വയം പറഞ്ഞു. അവൾ തന്നെയാണ് സത്യം പറയേണ്ടത്. അഞ്ജലിയുടെ ഓരോ ചലനവും അവൻ ശ്രദ്ധിച്ചു. സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത്, പുഞ്ചിരിക്കുന്നത്, ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ സാധാരണ ഒരു ദിവസം ജീവിക്കുന്നത്. എന്നാൽ അവൾക്കറിയില്ലായിരുന്നു, തൻ്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ തേടി ഒരാൾ തന്നെ നിരീക്ഷിക്കുകയാണെന്ന്. ആദിത്യയുടെ കണ്ണുകൾ അഞ്ജലിയിൽ തന്നെ ഉറച്ചു നിന്നു. ഇനി അവന് വേണ്ടത് തെളിവുകൾ മാത്രമല്ല, അഞ്ജലിയുടെ സ്വന്തം വാക്കുകളായിരുന്നു. അവൾ ആരാണെന്ന്, അവളുടെ ഭൂതകാലത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്, അവൾക്ക് എന്തൊക്കെ ഓർമ്മയുണ്ടെന്ന്, അതെല്ലാം അവളെ കൊണ്ട് തന്നെ പറയിക്കണമെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. കാരണം ആ സത്യത്തിനുള്ള താക്കോൽ ഇപ്പോൾ അഞ്ജലിയുടെ കൈകളിലായിരുന്നു. അന്ന് വൈകുന്നേരം ആദിത്യയുടെ വീട്ടിൽ അഞ്ജലിയും അനഘയും ഉണ്ടായിരുന്നു. അവർ ആദിത്യയുടെ അമ്മയോടും സഹോദരിയോടും നല്ല കൂട്ടാണ്. അനഘയും അഞ്ജലിയും ആദിത്യയുടെ സഹോദരിയുടെ കുഞ്ഞിനൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് ആദിത്യ അകത്തേക്ക് വന്നത്. വീടിനുള്ളിലേക്ക് കയറിയ നിമിഷം തന്നെ അവൻ്റെ കണ്ണുകൾ അഞ്ജലിയിലേക്ക് തിരിഞ്ഞു. അവൾ കുഞ്ഞിനോട് സംസാരിക്കുകയായിരുന്നു. മുഖത്ത് യാതൊരു ഭയവുമില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ സ്വാഭാവികമായി പെരുമാറുകയായിരുന്നു. എന്നാൽ ആദിത്യയുടെ മനസ്സിൽ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അഞ്ജലി ശരിക്കും ചന്ദ്രശേഖറിൻ്റെ മകൾ തന്നെയാണോ? അവളെ ശ്രദ്ധിക്കുന്നതിനിടയിൽ അഞ്ജലിയും തലയുയർത്തി നോക്കി. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു. അഞ്ജലിയുടെ ഹൃദയം പതിവ് പോലെ വേഗത്തിലിടിക്കാൻ തുടങ്ങി. ആദിത്യ മാത്രം ശാന്തനായി നിന്നു. പക്ഷെ അവൻ്റെ മനസ്സിൽ മറ്റൊരു പദ്ധതി രൂപം കൊണ്ടിരുന്നു. അവളോട് നേരിട്ട് ചോദിച്ചാൽ സത്യം പറയില്ല. അതുകൊണ്ട് അവൾ അറിയാതെ അവളെ പരീക്ഷിക്കണം. അവിടെ അവൻ്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ചില വൈകുന്നേരങ്ങളിൽ അവർ ഒരുമിച്ച് കൂടാറുണ്ട്. അവൻ തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അഞ്ജലി ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ സംഭാഷണം വ്യക്തമായി കേൾക്കാൻ കഴിയുമായിരുന്നു. സംസാരത്തിനിടയിൽ ആദിത്യ മനഃപൂർവ്വം വിഷയം മാറ്റി. ചന്ദ്രശേഖറിനെ കുറിച്ചുള്ള വാർത്ത കേട്ടോ? അവൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ ചോദിച്ചു. സൂര്യമംഗലത്തുള്ള ചന്ദ്രശേഖർ അല്ലേ? മറ്റൊരാൾ മറുപടി പറഞ്ഞു. അതെ, 20 വർഷമായി ജയിലിലായിരുന്ന ആളാണ്. ആദിത്യ ഇടയ്ക്കിടെ അഞ്ജലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരം ആ ഹാളിൽ എല്ലാവരും കേൾക്കാവുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് അഞ്ജലി അത് ശ്രദ്ധിച്ചു. അവരുടെ മുഖത്തെ ഭാവങ്ങൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തിറങ്ങിയത്. ഇപ്പോൾ കാണാതായ മകളെ അന്വേഷിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. ആ വാക്കുകൾ കേട്ട നിമിഷം അഞ്ജലിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അവൾ അവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കണ്ണുകളിൽ ആ വിശ്വാസം നിറഞ്ഞു. കാരണം അവൾക്കറിയാവുന്ന സത്യം മറ്റൊന്നായിരുന്നു. തൻ്റെ അച്ഛൻ വധിക്കപ്പെട്ടുവെന്നാണ് അവളോട് പറഞ്ഞിരുന്നത്. അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പില്ലെന്നാണ് അവളെ വിശ്വസിപ്പിച്ചിരുന്നത്. കുറച്ച് നിമിഷങ്ങൾ നിശബ്ദമായിരുന്ന ശേഷം അവൾ പതിയെ ചോദിച്ചു. നിങ്ങൾ പറയുന്നത് സൂര്യമംഗലത്തെ ചന്ദ്രശേഖറിനെ കുറിച്ചാണോ? അവളുടെ ശബ്ദം ചെറുതായി വരയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ ആകാംക്ഷ നിറഞ്ഞിരുന്നു. ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ചന്ദ്രശേഖർ? ആദിത്യ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് തലകുലുക്കി. അതെ. ശേഷം സാധാരണ മട്ടിൽ ചോദിച്ചു. നിനക്കറിയുമോ അദ്ദേഹത്തെ? അഞ്ജലി കുറച്ച് നിമിഷങ്ങളൊന്നും പറഞ്ഞില്ല.
അവളുടെ കണ്ണുകളിൽ ഞെട്ടൽ വ്യക്തമായിരുന്നു. കേട്ടിട്ടുണ്ട്, അവൾ പതുക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചുവെന്നാണ്. അവിടെ ഇരുന്നിരുന്ന ലോകേഷ് ഉടൻ പറഞ്ഞു. അതാരാണ് പറഞ്ഞത്? അയാൾ കഴിഞ്ഞ ആഴ്ചയല്ലേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ആ വാക്കുകൾ കേട്ട നിമിഷം അഞ്ജലിയുടെ മുഖം വിളറി. അവളുടെ ശ്വാസം വേഗത്തിലായി. അത് എങ്ങനെ? അവൾ സ്വയം മന്ത്രിച്ചു. ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചിരുന്ന സത്യം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴുകയായിരുന്നു. അച്ഛൻ മരിച്ചിട്ടില്ല. അപ്പോൾ ആരായിരുന്നു തന്നോട് കള്ളം പറഞ്ഞത്? എന്തിനായിരുന്നു അങ്ങനെ പറഞ്ഞത്? ചുറ്റുമുള്ള ശബ്ദങ്ങൾ പോലും അവൾക്ക് വ്യക്തമായി കേൾക്കാതെയായി. ആദിത്യയുടെ കണ്ണുകളിൽ അവൾ തന്നെ ഉറച്ചു നിന്നു. അവൾക്കുണ്ടായ ഞെട്ടൽ അഭിനയമല്ലെന്ന് അവന് മനസ്സിലായി. അഞ്ജലി പതിയെ അടുത്തിരുന്ന കസേരയിലേക്ക് ചാരിയിരുന്നു. കൈകൾ വരയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ ആശയക്കുഴപ്പവും സങ്കടവും ഒരുപോലെ നിറഞ്ഞു. അഞ്ജലി കുറച്ച് നിമിഷങ്ങൾ അനങ്ങാതെ ഇരുന്നു. ലോകേഷ് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന സത്യം ഒരു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞിരുന്നു. കൈകൾ ചെറുതായി വരയ്ക്കുന്നുണ്ടായിരുന്നു. മുഖം വിളറിയിരുന്നു. അനഘാതെ ശ്രദ്ധിച്ച് അവളുടെ അടുത്തേക്ക് നീങ്ങി. അഞ്ജലി, എന്താ പറ്റിയത്? ഒന്നുമില്ല. പക്ഷെ ശബ്ദത്തിൽ പതിവ് ഉറപ്പുണ്ടായിരുന്നില്ല. അവൾ നെറ്റിയിൽ കൈവച്ചു. എനിക്ക് തല നല്ല വേദനിക്കുന്നു. എനിക്കൊന്ന് കിടക്കണം. ഞാൻ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റതും അനഘ ആശങ്കയോടെ അവളെ നോക്കി. ഞാൻ കൂടെ വരട്ടെ? വേണ്ട, അഞ്ജലി പെട്ടെന്ന് മറുപടി പറഞ്ഞു. കുറച്ചു നേരം വിശ്രമിച്ചാൽ മതിയാകും. അവൾ പതിയെ എഴുന്നേറ്റ്. പക്ഷെ കാലുകൾക്ക് ചെറിയൊരു തളർച്ച അനുഭവപ്പെട്ടു. സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. അഞ്ജലി മറയുന്നത് വരെ ആദിത്യയുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. അവൾ കാഴ്ചയിൽ നിന്ന് മറഞ്ഞതും അവൻ തൻ്റെ സുഹൃത്തുക്കളെ നോക്കി. അവൻ്റെ മുഖം ഗൗരവമായിരുന്നു. ആദിത്യയുടെ ഫ്രണ്ട് ശ്രീഹരി പറഞ്ഞു. ശരിക്കും അവൾ തന്നെയാണ് നിന്റെ ശത്രുവിൻ്റെ മകൾ ആദി. എന്നാൽ ആദർശ് ഉടൻ തന്നെ അവൻ്റെ വാക്കുകൾ തടഞ്ഞു. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഇപ്പോഴും ഉറപ്പിക്കാൻ വരട്ടെ? ആദിത്യ നെറ്റി ചൊളിച്ചു. ആദർശ് തുടർന്നു. ചിലപ്പോൾ അവൾക്കറിയാവുന്ന ഒരാളായിരിക്കും. അല്ലെങ്കിൽ ആ പേരുള്ള ആളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് മാത്രം അയാൾ അവളുടെ അച്ഛനാണെന്ന് ഉറപ്പിക്കാനാവില്ല. ആദിത്യ ഒന്നും പറഞ്ഞില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അഞ്ജലിയുടെ ഞെട്ടിയ മുഖമായിരുന്നു. ആദർശ് അവനെ നോക്കി പറഞ്ഞു. നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഇതൊരു വലിയ പ്രശ്നമാണ്. എല്ലാം ഉറപ്പിച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. ലോകേഷും അതിനെ പിന്താങ്ങി തലയാട്ടി. ആദർശ് പറയുന്നത് ശരിയാണ്. ദേഷ്യത്തിൽ പുറത്തെടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് പ്രശ്നമാകും. ആദിത്യയ്ക്ക് അറിയാമായിരുന്നു അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. പക്ഷേ അഞ്ജലിയുടെ കണ്ണുകളിൽ കണ്ട ആ ഞെട്ടൽ അത് അഭിനയമാണെന്ന് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ പുറത്തേക്ക് നോക്കി. അഞ്ജലി പോയ വഴിയിലേക്ക്. സത്യം എന്തായാലും, അവൻ മനസ്സിൽ പറഞ്ഞു, ഞാനത് കണ്ടെത്തും. അഞ്ജലി വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയും അവരുടേതായ തിരക്കിലായിരുന്നു. അവൾ റൂമിലെത്തി മുറിയുടെ വാതിലടഞ്ഞ ശബ്ദം കേട്ടിട്ടും ഹാളിലിരുന്നവർക്കൊന്നും അസ്വാഭാവികമായി തോന്നിയില്ല. പക്ഷെ അഞ്ജലിയുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്വാസം പോലും ശരിയായി എടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം. അച്ഛൻ ജീവനോടെയുണ്ടോ? ഇത്രയും കാലം വിശ്വസിച്ചിരുന്നതെല്ലാം കള്ളമായിരുന്നോ? കണ്ണുകൾ നിറഞ്ഞു. വിറയ്ക്കുന്ന കൈകളിലൂടെ അവൾ വാർഡ്രോബിൻ്റെ അടിഭാഗത്ത് സൂക്ഷിച്ചിരുന്ന പഴയ ബാഗ് പുറത്തെടുത്തു. ആ ബാഗ് അവൾക്കൊരു സാധാരണ വസ്തുവായിരുന്നില്ല. തൻ്റെ ഭൂതകാലത്തിൻ്റെ അവസാന ഓർമ്മകൾ സൂക്ഷിച്ചിരുന്ന നിധിപ്പെട്ടിയായിരുന്നു അത്. അവൾ പതിയെ അത് തുറന്നു. അകത്ത് പഴകിയ കുറച്ച് പേപ്പറുകളും ചെറിയ ഓർമ്മ ചിഹ്നങ്ങളും ഉണ്ടായിരുന്നു. അവയ്ക്കിടയിൽ നിന്ന് അവൾ സൂക്ഷിച്ചൊരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പുറത്തെടുത്തു. ആ ചിത്രം കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ നിയന്ത്രണം വിട്ടൊഴുകി. ഫോട്ടോയിൽ 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞഞ്ജലി, അവളുടെ അരികിൽ സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്ന അമ്മ, അവരെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അച്ഛൻ. ആ ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഞ്ജലി ബെഡിലിരുന്നു. അച്ഛാ, വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ വിളിച്ചു. എനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നത്? എല്ലാവരും എന്നെ പറ്റിക്കുകയായിരുന്നു, അവൾ വിങ്ങലോടെ പറഞ്ഞു. അവൾ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് കരഞ്ഞു. വർഷങ്ങളായി മനസ്സിൻ്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വേദനകൾ ഒന്നൊന്നായി പുറത്തേക്ക് ഒഴുകി. അതിനൊപ്പം ഒരു പഴയ ഓർമ്മയും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അന്ന് അഞ്ജലിക്ക് 9 വയസ്സ് മാത്രം പ്രായം. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവൾ കണ്ട കാഴ്ച ഇന്നും അവളുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു. വീട്ടുമുറ്റത്ത് കുഞ്ഞമ്മ തൻ്റെ മക്കൾക്ക് സ്നേഹത്തോടെ ചോറ് വാരി കൊടുക്കുകയായിരുന്നു. അരികിൽ മറ്റുള്ളവർ സ്വന്തം കുട്ടികളെ ട്യൂഷൻ അയക്കാനുള്ള തിരക്കിൽ. അവൾ കുറച്ച് നിമിഷം അവരെ നോക്കി നിന്നു. ശേഷം ചുമരിൽ തൂക്കിയിരുന്ന അമ്മയുടെ ഫോട്ടോയിലേക്ക് അവൾ നോക്കി. അമ്മയുടെ മുഖം കണ്ട നിമിഷം അവളുടെ ചെറിയ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞു. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ആ വിഷമം മകളിൽ നിന്ന് കണ്ട മുത്തശ്ശി അവളെ സ്നേഹത്തോടെ വിളിച്ചു. വാ മോളെ. അഞ്ജലി പതിയെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി അവളെ അരികിലിരുത്തി സ്നേഹത്തോടെ തലയിൽ തലോടി. ശേഷം ചോറിൽ നിന്ന് ഒരു ഉരുളയെടുത്ത് അവളുടെ വായിലേക്ക് വെക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് കോപത്തോടെ കുഞ്ഞമ്മ അങ്ങോട്ട് പാഞ്ഞു വന്നത്. അമ്മേ,
അവളുടെ ശബ്ദമുയർന്നു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ ചോറ് പാത്രം പിടിച്ചു തള്ളി. പാത്രം നിലത്ത് വീണ് ചോറ് ചിതറിപ്പോയി. അഞ്ജലി ഭയന്ന് വിറച്ചു. മുത്തശ്ശി ഞെട്ടിപ്പോയി. ഇവളെ ഇങ്ങനെ കൊഞ്ചിക്കേണ്ട കാര്യമില്ല, കുഞ്ഞമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അഞ്ജലി പതുക്കെ പറഞ്ഞു, എനിക്ക് ട്യൂഷന് പോകണം. പക്ഷെ അത് കേട്ട് കുഞ്ഞമ്മ പരിഹാസത്തോടെ ചിരിച്ചു. നിന്നെ സ്കൂളിൽ വിടുന്നത് തന്നെ വലിയ മെനക്കേടാണ്, പിന്നെയാ ട്യൂഷൻ. ആ വാക്കുകൾ 9 വയസ്സുകാരുടെ ഹൃദയത്തിൽ കുത്തിയിറങ്ങി. ശേഷം അവളൊരു ചൂൽ അഞ്ജലിയുടെ കയ്യിൽ കൊടുത്തു. ഇതെടുത്തോ, താഴെ വേണ്ട ചോറെല്ലാം വാരി വേസ്റ്റ് ബിന്നിലിട്. അഞ്ജലി ഒന്നും മിണ്ടിയില്ല. കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. ചുറ്റുമുള്ളവർ ആരും അവളെ ശ്രദ്ധിച്ചില്ല. ആ ചെറിയ പെൺകുട്ടി നിശബ്ദമായി താഴെ കുനിഞ്ഞിരുന്നു. ഓരോ അരിമണിയും വാരിയെടുക്കുമ്പോൾ തനിക്ക് ആരുമില്ലെന്ന തോന്നൽ അവളുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിഞ്ഞു. മുത്തശ്ശിക്കും ദൂരെ നിന്ന് അവളെ നോക്കാനേ സാധിച്ചുള്ളൂ. ഇപ്പോൾ ബെഡിലിരുന്നുകൊണ്ട് ആ ഓർമ്മകൾ വീണ്ടും മനസ്സിലൂടെ കടന്നുപോയപ്പോൾ അഞ്ജലി കൂടുതൽ ശക്തമായി ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അച്ഛാ, അവൾ കണ്ണീരോടെ മന്ത്രിച്ചു. മുറിയിലാകെ അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം മാത്രം മുഴങ്ങി. ചന്ദ്രശേഖർ തൻ്റെ മുറിയിലെ ജനാലയ്ക്കരികിലിരിക്കുകയായിരുന്നു. സൂര്യൻ അസ്തമിക്കാനൊരുങ്ങിയിരുന്നു. ജനാലയുടെ അകത്തേക്ക് പതിക്കുന്ന മങ്ങിയ വെളിച്ചം അവൻ്റെ മുഖത്ത് വീണു. പക്ഷേ അവൻ്റെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഒന്നും കാണാനായിരുന്നില്ല. അവൻ്റെ മുഴുവൻ ശ്രദ്ധയും കയറിയിരുന്ന ആ ചിത്രത്തിലായിരുന്നു. വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകളെ തേടിയുള്ള യാത്രയിൽ ലഭിച്ച ആദ്യത്തെ പ്രതീക്ഷ. അവൻ പതിയെ വിരലുകൾ കൊണ്ട് ചിത്രത്തിൻ്റെ അരികിൽ തഴുകി. ആ ചിത്രത്തിലെ പെൺകുട്ടിയുടെ മുഖം ശ്രദ്ധയോടെ നോക്കി. കണ്ണുകൾ, പുഞ്ചിരി, മുഖത്തിൻ്റെ രൂപം, ഓരോന്നിലും അവൻ തൻ്റെ മകളെ കണ്ടെത്താൻ ശ്രമിച്ചു. അഞ്ജലി. ആ പേര് അവൻ്റെ ചുണ്ടുകളിൽ നിന്നും അറിയാതെ പുറത്തു വന്നു. കണ്ണുകൾ പതിയെ നിറഞ്ഞു. 20 വർഷം. ഒരച്ഛന് സ്വന്തം മകളെ കാണാതെ ജീവിക്കേണ്ടി വന്ന 20 വർഷങ്ങൾ. അവൾ എവിടെയാണെന്നറിയില്ല, എങ്ങനെ ജീവിക്കുന്നുവെന്നറിയില്ല, ആരെങ്കിലും അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്നും അറിയില്ല. അവളുടെ ബാല്യത്തിലെ അവസാന ഓർമ്മകൾ മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരുന്നത്. ചെറിയ കൈകൾ കൊണ്ട് തൻ്റെ വിരലുകൾ പിടിച്ചിരുന്നത്, തന്നെ കണ്ടാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിരുന്നത്, ഉറങ്ങാൻ പോകുമ്പോൾ തൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടന്നിരുന്നത്. ആ ഓർമ്മകൾ ഓരോന്നായി മനസ്സിലൂടെ കടന്നുപോയപ്പോൾ ചന്ദ്രശേഖരൻ്റെ ഹൃദയം വേദനിച്ചു. എൻ്റെ കുഞ്ഞ്, അവൻ പതിയെ പറഞ്ഞു. നീ എവിടെയാണിപ്പോൾ? ശബ്ദം വിറച്ചിരുന്നു. അവൻ്റെ കണ്ണുനീർ ചിത്രത്തിന്മേൽ വീണു. ഉടൻ തന്നെ അത് തുടച്ചു മാറ്റി. അവൾക്ക് വേദനയാകുമെന്ന പോലെ അവൻ വീണ്ടും ചിത്രത്തിലേക്ക് നോക്കി. ആ മുഖത്തിൽ വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയ മകളുടെ രൂപം കാണാൻ ശ്രമിച്ചു. താൻ കാണുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അറിയുന്നില്ലായിരുന്നു ഈ ചിത്രം യഥാർത്ഥ അഞ്ജലിയുടേതല്ലെന്ന്. തൻ്റെ സഹോദരന്മാർ തയ്യാറാക്കി നൽകിയ ആ രൂപം തെറ്റിയിരുന്നുവെന്ന്. താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ മുഖം തൻ്റെ മകളുടെ യഥാർത്ഥ മുഖമല്ലെന്നും. ആ സത്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതറിയാതെ ചന്ദ്രശേഖർ ആ ചിത്രത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ വരും മോളെ, അവൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഈ അച്ഛൻ നിന്നെ കണ്ടെത്തും. ഇനി ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കില്ല. അവൻ്റെ ശബ്ദത്തിൽ ഒരു അച്ഛൻ്റെ സ്നേഹവും കുറ്റബോധവും ഒരുപോലെ നിറഞ്ഞിരുന്നു. നീ അനുഭവിച്ച ഓരോ വേദനയ്ക്കും ഞാൻ ഉത്തരവാദിയാണ്. നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, പക്ഷേ ഇനി ഞാൻ വൈകില്ല. ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ കണ്ണുകൾ അടച്ചു. ആ നിമിഷം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ മുഖമായിരുന്നു. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്ന തൻ്റെ അഞ്ജലി. ആ ഓർമ്മയായിരുന്നു ഇത്രയും വർഷം അവനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അതേസമയം യഥാർത്ഥ അഞ്ജലി മറ്റൊരിടത്ത് തൻ്റെ അച്ഛൻ്റെ പഴയ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയുകയായിരുന്നു. ഒരച്ഛനും മകളും പരസ്പരം കാണാതെ, പരസ്പരം തേടിക്കൊണ്ട്, ഒരാൾ മറ്റൊരാളുടെ ഓർമ്മകളിൽ മാത്രം ജീവിച്ചുകൊണ്ട്. എന്നാൽ അവരുടെ ഇടയിൽ നിൽക്കുന്നത് ദൂരമോ സമയമോ മാത്രമായിരുന്നില്ല, കള്ളങ്ങളും വഞ്ചനകളും മറച്ചുവെച്ച സത്യങ്ങളും കൂടിയായിരുന്നു. രാത്രി ഏറെ വൈകിയിരുന്നു. മുറിയിലാകെ നിശബ്ദത. ജനാലയിലൂടെ വീശിയെത്തുന്ന തണുത്ത കാറ്റിന് പോലും ആദിത്യയുടെ മനസ്സിലെ ചൂട് കുറയ്ക്കാൻ കഴിയുന്നില്ലായിരുന്നു. ബെഡിൻ്റെ അരികിലിരുന്ന് അവൻ ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവൻ്റെ മനസ്സ് ഒരിടത്ത് നിൽക്കുന്നില്ലായിരുന്നു. വീണ്ടും വീണ്ടും അഞ്ജലിയുടെ മുഖം തന്നെയായിരുന്നു ഓർമ്മയിൽ വരുന്നത്. അവളുടെ കണ്ണുകളിലെ ഞെട്ടൽ. ചന്ദ്രശേഖരൻ്റെ പേര് കേട്ടപ്പോൾ മുഖത്ത് തെളിഞ്ഞ ആശയക്കുഴപ്പം. അവൾക്ക് ഒന്നും അറിയില്ലെന്ന് തോന്നിപ്പിച്ച ആ നിമിഷങ്ങൾ. എന്നാൽ അതോടൊപ്പം മറ്റൊരു ഓർമ്മയും അവൻ്റെ മനസ്സിലേക്ക് അതിക്രമിച്ച് കയറി. വർഷങ്ങളായി അവനെ വിട്ടുപോകാത്തൊരോർമ്മ. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ അച്ഛൻ്റെ രൂപം. ആ കാഴ്ച ഇന്നും അവൻ്റെ മനസ്സിൽ മായാതെ കിടക്കുകയായിരുന്നു. കുഞ്ഞായിരുന്നപ്പോൾ കണ്ട ആ ദൃശ്യം ഇന്നും അവന് രാത്രികളിൽ ഉറങ്ങാൻ അനുവദിക്കാറില്ല. അവൻ്റെ കൈകൾ അറിയാതെ മുറുകി. കണ്ണുകളിൽ കോപം കത്തിത്തുടങ്ങി. അച്ഛാ, അവൻ പതിയെ മന്ത്രിച്ചു. ഞാൻ മറന്നിട്ടില്ല, ഒരു നിമിഷം പോലും മറന്നിട്ടില്ല. മുറിയിലെ മേശപ്പുറത്തിരുന്ന പഴയ ഫോട്ടോയിലേക്ക് അവൻ നോക്കി. അച്ഛൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം. ആ പുഞ്ചിരി നഷ്ടപ്പെട്ട ദിവസത്തോടെയാണ് തൻ്റെ ജീവിതവും മാറിയതെന്ന് അവന് തോന്നി. ആദിത്യ പതിയെ എഴുന്നേറ്റ് ജനാലക്കരികിലേക്ക് നടന്നു. പുറത്തിരുട്ട് നിറഞ്ഞിരുന്നു. അവൻ്റെ മുഖവും അതുപോലെ കഠിനമായിരുന്നു.
മനസ്സിൽ ഒരേ ഒരു പേര് മുഴങ്ങിക്കൊണ്ടിരുന്നു, ചന്ദ്രശേഖർ. അവൻ്റെ താടിയെല്ലുകൾ മുറുക്കി, ശേഖര, അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തത് ഞങ്ങളുടെ എല്ലാമായിരുന്നു. ഞാൻ അനുഭവിച്ച വേദന നീയും അനുഭവിക്കണം. അവൻ്റെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ തീ ജ്വലിച്ചു. അഞ്ജലിയുടെ മുഖം വീണ്ടും മനസ്സിൽ തെളിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ അവൻ നിശബ്ദനായി നിന്നു. ശേഷം തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, നിന്റെ മകൾ. അതെ, നിന്റെ മകളാണ് നിന്നെ തോൽപ്പിക്കാനുള്ള എൻ്റെ ഏറ്റവും വലിയ ആയുധം. പക്ഷേ ആ വാക്കുകൾ പറയുമ്പോഴും അവൻ്റെ ഉള്ളിൽ മറ്റൊരു വികാരം ഉയരുന്നുണ്ടായിരുന്നു. അത് വെറുപ്പോ പ്രതികാരമോ അല്ലായിരുന്നു. കാരണം അഞ്ജലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ്റെ മനസ്സ് പൂർണ്ണമായും കഠിനമാകുന്നില്ലായിരുന്നു. അവൾ ചെയ്തിട്ടില്ലാത്ത ഒരു തെറ്റിൻ്റെ പേരിൽ അവളെ ഉപയോഗിക്കണമോ എന്ന ചോദ്യം മനസ്സിലെ ആഴങ്ങളിൽ എവിടെയോ ഉയർന്നിരുന്നു. എന്നാൽ ആ ചോദ്യത്തെ അവൻ ബലമായി അടിച്ചമർത്തി. ഇല്ല, ഇപ്പോൾ എനിക്ക് ദൗർബല്യം കാണിക്കാൻ പറ്റില്ല, അവൻ സ്വയം പറഞ്ഞു. എന്നിരുന്നാലും അഞ്ജലിയുടെ കണ്ണുകളിൽ കണ്ട നിഷ്കളങ്കത അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അതവൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച മനുഷ്യന് സംശയങ്ങൾ അപകടകരമായിരുന്നു. തുടരും.